ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് S4 മെക്കാനിക്കലിനുള്ള മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജിയാണ്. ഈ മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി പണ്ടത്തെ 2019 സ്കീമിലും ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അന്ന് 5 മൊഡ്യൂളായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 4 മൊഡ്യൂളുള്ളൂ. അവിടുന്ന് കുറേ സിലബസ്, കുറേ കണ്ടൻസ്, കുറേ പോർഷൻസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്, കുറേ എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഓവർവ്യൂ കാണാതെ നിങ്ങൾ മൊഡ്യൂളിലേക്കൊന്നും പോയില്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ എന്താ പഠിക്കുന്നതെന്ന് കുറച്ചുള്ള ഒരു ബ്രീഫ് ഓവർവ്യൂ ഇല്ലാതെ നിങ്ങൾ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല അല്ലേ. അപ്പോൾ മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ പറയുന്നത് മെഷീനിങ്ങിനെ കുറിച്ച്, രണ്ടാമത്തെയും മെഷീൻ ടൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. മെഷീൻ ടൂൾസാണ് ആദ്യത്തെ 2 മൊഡ്യൂളും പറയുന്നത്, മെട്രോളജി ആയിരിക്കും മൂന്നാമത്തെയും 4ാമത്തെ മൊഡ്യൂൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സിലബസ് ഒന്ന് ഓടിച്ച് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ആദ്യത്തെ മൊഡ്യൂൾ എന്തൊക്കെയാണ് പറയുന്നത്? ബേസിക് മെഷീൻ ടൂൾസ്. അപ്പോൾ മെഷീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഉള്ള ഒരു വർക്ക് പീസിനെ നമുക്കൊരു ഡിസൈഡ് ഷേപ്പിലോട്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മെഷീനിങ് അല്ലേ. അപ്പം അതിനെന്തായാലും ഒരു ടൂൾ വേണം, കട്ടിങ് ടൂൾ വേണം, കട്ട് ചെയ്യാനൊരു ടൂൾ വേണം. ഓക്കെ, അപ്പോൾ ആ കട്ടിങ് ടൂളിൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? സിംഗിൾ പോയിൻ്റ് ഉണ്ട്, മൾട്ടി പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ സിംഗിൾ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് സിംഗിൾ പോയിൻ്റ് കട്ടിങ് ടൂൾ. അതിൻ്റെ നോമൻക്ലേച്ചർ പഠിക്കേണ്ടി വരും നിങ്ങൾക്ക്. ടൂൾ ജോമെട്രി അത് പഠിക്കേണ്ടി വരും. ഓക്കെ, മൾട്ടി പോയിൻ്റ് കട്ടിങ് ടൂൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഡ്രിൽ ബിറ്റ് നോക്കിയാൽ അറിയാം അല്ലേ. അത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ കറങ്ങി അകത്തോട്ട് വർക്ക് പീസിനകത്തോട്ട് പോകുമ്പോഴും അത് മൊത്തം ഒരു കട്ടിങ് എഡ്ജാണ് അല്ലേ. അത് മൊത്തം ഒരു കട്ടിങ് എഡ്ജ്, ഒരു മൾട്ടിപ്പിൾ കട്ടിങ് എഡ്ജായിട്ട് നമുക്ക് കൂട്ടാം. അല്ലെങ്കിൽ നമ്മളൊരു മില്ലിങ് കട്ടർ, ഒരു ഗിയർ പോലെ ഇരിക്കുന്ന കട്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഓരോന്നും ഓരോരോ കട്ടിങ് എഡ്ജാണ് അല്ലേ. അപ്പോൾ മൾട്ടി പോയിൻ്റ് കട്ടിങ് ടൂൾസ്. ഓക്കെ, പിന്നെ മെക്കാനിസം ഓഫ് ചിപ്പ് ഫോർമേഷൻ. അതെ, ഇനി നമ്മളെന്താ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ലെയ്ത്ത് നിങ്ങൾ ചെയ്ത് കാണുമല്ലോ. അപ്പം ഇതാണ് നമ്മളെ ലെയ്ത്ത് അല്ലേ. അപ്പോൾ ലെയ്ത്തിൽ ഞാൻ ഇവിടെ ഒരു വർക്ക് പീസ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരു ടൂള് ഞാനിങ്ങനെ കൊണ്ടുവരാം. എന്തായാലും വർക്ക് പീസിന് മെറ്റീരിയൽ റിമൂവൽ ആവുമല്ലോ. ആ മെറ്റീരിയൽ റിമൂവ് ആവുന്നതിനാണ് നമ്മൾ ചിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ചിപ്പ് എങ്ങനെ ഫോം ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റാണ്. ഇങ്ങനെയാണ് ടൂള് നമ്മുടെ വർക്ക് പീസിലോട്ട് കൊണ്ടുവരുമ്പോൾ ചിപ്പ് ഫോർമേഷൻ നടക്കും. ഈ ഒരു ചിപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചാടിപ്പോവും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നും, പിന്നെ ഇതിൽ ഈ ടൂൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഒരു ഫോഴ്സ് അല്ല, കുറേ പലതരം ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോഴ്സ് എല്ലാം കൂടി വരച്ചിട്ട് നമ്മളൊരു സർക്കിൾ രീതിയിലാക്കുന്നുണ്ട്. ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അതിനാണ് നമ്മൾ മെർച്ചൻ്റ് സർക്കിൾ എന്ന് പറയുന്നത്. ഈ മെർച്ചൻ്റ് സർക്കിൾ വരച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കട്ടിംഗ് ഫോഴ്സാണ് ഒരു ടൂൾ ഒരു വർക്ക് പീസിലോട്ട് ടച്ച് ചെയ്യുമ്പം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കട്ടിംഗ് പവർ എസ്റ്റിമേഷൻ, ടൂൾ ലൈഫ് ആൻഡ് ടൂൾ വെയർ. അതായത് ഒരു ഭയങ്കര ഷാർപ്പ് ടൂളാണ്, ഇവിടെ നോക്കിയാൽ അറിയാം ഭയങ്കര ഷാർപ്പ് ടൂളാണ്. അത് കാലകാലം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയർ ഔട്ട് ആവും. അപ്പം അത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് വെയർ ഔട്ട് ആവുന്നതെന്നെല്ലാം ഉള്ളത് നമ്മൾ എത്രത്തോളം അത് ഉപയോഗിക്കുന്നുണ്ട്, എത്ര ഡെപ്തിലാണ് ഓരോ ടൂളും ഫീഡ് കൊടുക്കുന്നത് എന്നനുസരിച്ചിരിക്കും, എത്ര സ്പീഡിലാണ് ഓരോ ഫീഡ് കൊടുക്കുന്നത് അനുസരിച്ചിരിക്കും. അങ്ങനെ കുറേ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് അതനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് അനുസരിച്ചിരിക്കും. അത് നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങൾക്കുള്ള ലെയ്ത്തിൻ്റെ ടൈപ്സ്, ക്യാപ്സ്റ്റന്, ടററ്റ് ലെയ്ത്ത്, അങ്ങനെ കുറച്ച് ടൈപ്സ് ഉണ്ട്, പാർട്സ് ഉണ്ട്. ലെയ്ത്തിൻ്റെ ഓരോ പാർട്സും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ലാബിന് ലെയ്ത്ത് മെഷീൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ലെയ്ത്തിൽ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും? ടേണിങ് ചെയ്യാൻ പറ്റും, ഫേസിങ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, ചാംഫറിങ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, ഡ്രില്ലിങ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും അല്ലേ. ലെയ്ത്ത് ഒരു സകലകലാവല്ലഭന അല്ലേ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത് എന്താ ഉള്ളത്? പ്രോസസ് പാരാമീറ്റേഴ്സും പിന്നെ മെഷീനിങ് ടൈം കാൽക്കുലേഷൻ, ടൈം എത്ര എടുക്കും എന്നുള്ളത്. പിന്നെ ചെറിയ ലെയ്ത്താണ് നമ്മളിവിടെ മെയിനായിട്ട് പറയുന്ന ടൈപ്സും ഇതുമെല്ലാം. ലെയ്ത്തിൻ്റെ ഓപ്പറേഷനും ഒക്കെ നമ്മൾ പറയുന്നു. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇമാരൊന്ന് തൊട്ടുവിടും. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഈ മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി സാധാരണ സപ്ലി കിട്ടുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സപ്ലി കിട്ടുന്നത് അറിയോ? പഠിക്കാത്തതുകൊണ്ടല്ല, നോക്കാത്തതുകൊണ്ട്. നോക്കാൻ പോലും മടിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സബ്ജക്റ്റിനെല്ലാം സപ്ലി കിട്ടുന്നത്. ഇത് ഞാൻ പറയട്ടെ, ജസ്റ്റ് ഒന്ന് നിങ്ങളിത് നോക്കിപ്പോയാൽ തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള നല്ല രീതിയിലുണ്ടാവും. ഓക്കെ, ഇതിലൊരു 80% തിയറി തന്നെയാണ്. 80% അല്ല, 85% തിയറിയാണ്. ബാക്കി ഒരു 15% മാത്രം ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡെറിവേഷൻസ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതിൽ ഫിഗർ വരക്കുന്നത് ഭയങ്കര മസ്റ്റാണ് കേട്ടോ. ഫിഗർ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഒരു 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഫിഗറൊക്കെ പഠിച്ചിട്ട് പോവുക. ഈ ഇതിൻ്റെ ലെയ്ത്തിൻ്റെ ഒക്കെ ഫിഗറൊക്കെ ഉണ്ടല്ലോ. ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഷേപ്പർ മെഷീൻ ഉണ്ട്, സ്ലോട്ട് മെഷീൻ ഉണ്ട്, പ്ലെയിനർ മെഷീൻ ഉണ്ട്. ഷേപ്പർ മെഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ച് കാണും എന്ന് തോന്നുന്നു. ഇവിടെ ഒരു ടൂൾ ഉണ്ടാവും. ലെയ്ത്തിൽ എന്ന് പറയുന്നത് വർക്ക് പീസ്, നമ്മളിപ്പോൾ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ വർക്ക് പീസ് ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇങ്ങനെയാണ് ടൂൾ വരുന്നത്. എന്നാൽ ഷേപ്പറിലാണെങ്കിലോ, ഇവിടെ ഞാൻ വർക്ക് പീസ് പിടിപ്പിച്ചിട്ടുണ്ടാവും. എൻ്റെ ടൂളാണ് ഇത്. ഇങ്ങനെ വന്ന് തട്ടി ഈ വർക്ക് പീസിനെ വേറൊരു കോലാക്കും. ഓക്കെ, ഒരു ഡിസൈഡ് ഷേപ്പിലാക്കും. ഇതിനാണ് ഷേപ്പിംഗ് മെഷീൻ എന്ന് പറഞ്ഞത്. എന്നാൽ ഷേപ്പറിൻ്റെ അച്ഛനാണ് ആര്?
നമ്മളെ പ്ലെയിനാർ മെഷീൻ എന്താ ചെയ്യുന്നത് അറിയോ? ഷേപ്പർ ചെയ്യുന്ന അതേ കാര്യം തന്നെ നടത്തുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഷേപ്പറിനെ ലോക്ക് ചെയ്ത് പിടിച്ച് വെച്ചേക്കാം. ഷേപ്പറിൽ നമ്മൾ വർക്ക് പീസിനെ ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇവിടെ വർക്ക് പീസിനെ ലോക്കല്ല ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ വർക്ക് പീസാണ് അനങ്ങാൻ പോകുന്നത്. ടൂളായിരിക്കും നിർത്തി വെച്ചേക്കുന്നത്. വർക്ക് പീസ് ആയിരിക്കും അനങ്ങാൻ പോകുന്നത്. ഈ വർക്ക് പീസ് അനങ്ങുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയിനാർ മെഷീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഒരു വലിയ വർക്ക് പീസൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. ഇവിടെ വലിയ വർക്ക് പീസ് എടുത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. ആകെ ഇത്ര വയസ്സുണ്ട്, അതിൽ വലിയ വർക്ക് പീസ് എടുത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഷേപ്പറിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ലാർജ് വർക്ക് പീസാണ്, ഇവിടെ വർക്ക് പീസാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ സ്ലോട്ടർ മെഷീൻ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ടല്ലേ, സ്ലോട്ടിനാണ്. ഇൻറ്റേർണൽ സ്ലോട്ട്സും കീവീസും എല്ലാം ഇടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിലും കീവേ ഇടാൻ പറ്റും കേട്ടോ. ഷേപ്പറിലും കീവേ ഇടാൻ പറ്റും. പിന്നെ നമ്മൾ ഇനി അടുത്ത എന്താ നോക്കുന്നത്? നമ്മളെ മൊഡ്യൂൾ 2 നമ്മൾ മെയിനായിട്ട് പറയുന്നത് പറഞ്ഞാൽ ഓരോ മെഷീനിങ് ഓപ്പറേഷൻസ് ആണ്. നമ്മളവിടെ ലെയ്ത്തിലെ ടേണിങ് ഇതൊക്കെ പറഞ്ഞു. എന്നാൽ ഓരോ മെഷീനിങ് ഓപ്പറേഷൻസ് നമ്മൾ സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഡ്രില്ലിംഗ് ഓപ്പറേഷന് ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട് അല്ലേ? ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ വീട്ടിൽ കാണുന്ന മറ്റേ കോൺക്രീറ്റിൽ അടിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ അല്ല, ഇൻഡസ്ട്രിയൽ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട് വേറത് അല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡ്രിൽ ബിറ്റ് വെക്കും. അതേ ഡ്രിൽ ബിറ്റിനെ വെക്കുന്നത് ഒരു സ്പിൻഡിലൊക്കെ വെച്ച് ചക്കെല്ലാം വെച്ചിട്ട് ആ ചക്കിലായിരിക്കും നമ്മൾ ഡ്രിൽ ബിറ്റ് വെക്കുന്നത്. എന്നിട്ട് ഇതാണ് നമ്മളെ വർക്ക് ടേബിൾ നമ്മൾ വർക്ക് പീസ് വെക്കും. ഓട്ടയായി. ഓക്കെ. അപ്പോൾ ഡ്രില്ലിങ്ങനെ കയറ്റുമ്പോഴത്തേക്ക് ഓട്ടയാവും. പിന്നെന്താ അതിൻ്റെ പ്രോസസ് പാരാമീറ്റേഴ്സും അത് മെഷീനിങ് ടൈമും കട്ടിങ് ഫോഴ്സസ്. ഒരു ഡ്രില്ലിങ്ങനെ വരുമ്പോൾ കട്ടിങ് ഫോഴ്സ് എന്തൊക്കെയാണ് വരുന്നത് അങ്ങനെയൊക്കെ. ഇനി നമ്മൾ മില്ലിംഗ് മെഷീനാണ് നോക്കുന്നത്. ഈ മില്ലിംഗ് മെഷീന് എന്തൊക്കെയാണ്, മില്ലിംഗ് മെഷീൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്? കണ്ട, മില്ലിംഗ് മെഷീന് കുറേ ടൈപ്പ് ഉണ്ട്. ഇന്ന് മില്ലിംഗ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന്. മില്ലിംഗ് മെഷീനിൽ നമുക്ക് കുറേ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് സ്ലോട്ട്സ് ഇടാൻ പറ്റും, മറ്റേ നമ്മളെ ഷേപ്പറിനെ പോലെ പോക്കറ്റ്സ് ഇടാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ജോമെട്രി പോലെ ഉണ്ടാക്കണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ഗിയർ വരെ കട്ട് ചെയ്യാൻ പറ്റും മില്ലിംഗ് ഓപ്പറേഷനിൽ. ഓക്കെ, മില്ലിംഗ് ഓപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് ഗിയർ വരെ കട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന മെഷീൻ ഗിയർ എല്ലാം ഉണ്ടല്ലോ, ട്രാൻസ്മിഷൻ എല്ലാം കാണുന്നത്, അതുവരെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു S8 S7 വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ഗിയറൊക്കെ കട്ട് ചെയ്യാനുണ്ടാവും മില്ലിംഗ് മെഷീൻ വെച്ചിട്ട്. മില്ലിംഗ് കട്ടേഴ്സ് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ഒരു ഗിയർ പോലെ ഇരിക്കുന്നത്, പക്ഷേ ഇവിടെ എല്ലാം കൂർത്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് ഇവിടെ എല്ലാം കൂർത്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ കട്ടർ എന്താ ചെയ്യുന്നത്? കട്ട് ചെയ്ത് പോകും. ഓരോ പ്രാവശ്യം വർക്ക് പീസിന് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകും. വർക്ക് പീസ് ഇങ്ങോട്ട് നീങ്ങും, ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോയാൽ അതിന് അപ്പ് മില്ലിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഡൗൺ മില്ലിംഗ് എന്ന് പറയും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മില്ലിംഗ് ഓപ്പറേഷൻസ്, മില്ലിംഗ് കട്ടേഴ്സ്, കട്ടർ നോമൻക്ലേച്ചറും ചോദിച്ചിട്ടുണ്ട്. പിന്നെ പാരാമീറ്റേഴ്സ്, മെഷീനിങ് ടൈം കാൽക്കുലേഷൻ, കട്ടിംഗ് ഫോഴ്സസ്, സെയിം സാധനം തന്നെ. ഓരോ ഓപ്പറേഷൻസിൻ്റെയും ഓരോന്നും പാരാമീറ്റേഴ്സും മെഷീനിങ് ടൈം കാൽക്കുലേഷൻ, കട്ടിംഗ് ഫോഴ്സസ്, ഇൻഡെക്സിങ് ഹെഡ് ആൻഡ് ഇൻഡെക്സിങ് മെത്തഡ്. ഞാൻ പറഞ്ഞില്ലേ ഗിയർ കട്ട് ചെയ്യണമെന്ന്. ഗിയർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം ഗിയർ കട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പം എൻ്റെ മറ്റേ കട്ടർ ഉണ്ടല്ലോ, കട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് എൻ്റെ കട്ടർ. ഇങ്ങനെ ഞാൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ കട്ടർ. ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം കട്ടറിനെ ഞാൻ ബാക്കിലോട്ട് വലിച്ചു, എന്നിട്ട് ഇതിനെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇനി ഈ പൊസിഷൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ആദ്യം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? ഈ പൊസിഷനിൽ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പം ഈ ഒരു ഭാഗം എൻ്റെത് ഇവിടെ എത്തി. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഭാഗം ഞാൻ കറക്കി കൊണ്ടുവന്ന് ഇവിടെ എത്തി. ഓക്കെ, എന്നിട്ട് നമ്മളെ മില്ലിംഗ് കട്ടർ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തു. ഇനി കറക്റ്റ് ഡിസ്റ്റൻസിൽ തന്നെ ഗിയർ കട്ട് ചെയ്യണ്ടേ? ഓരോന്നും കറക്റ്റ് സ്ഥലത്ത് തന്നെ കട്ട് ചെയ്യണ്ടേ? അതിനാണ് നമ്മൾ ഈ ഇൻഡെക്സിങ് ഓപ്പറേഷനും ഇൻഡെക്സിങ് മെത്തേഡ്സിലും ഉപയോഗിക്കുന്നത്. ഇൻഡെക്സിങ് ഹെഡാണ് ഈ ഒരു സംഭവം, മനസ്സിലായ? ഇത് കറക്കിയിട്ടാണ് നമ്മൾ ഓരോ ഗിയർ വെക്കുന്നത്. നല്ല രസമാണ് ഗിയർ ഉണ്ടാക്കാൻ. കിട്ടിയില്ലെങ്കിൽ അപ്പം അറിയും. നമ്മൾ S7 ചെയ്യാനുണ്ട് കേട്ടോ, ലാബ് വർക്ക്ഷോപ്പിനൊക്കെ. നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല, നോക്കാം. ഗ്രൈൻഡിങ് മെഷീൻ എന്താ? ഗ്രൈൻഡിങ് മെഷീനിൽ എന്താ പറയുക, ഗ്രൈൻഡ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഈ സർഫസ് ഗ്രൈൻഡിങ് എല്ലാം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റഫ് സർഫസിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൈൻഡിങ് ഓപ്പറേഷനൊക്കെ മെയിനായിട്ട് നടത്തുന്നത്. റഫ് സർഫസിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രൈൻഡിങ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ഫിനിഷിങ് ഓപ്പറേഷനാണ് അല്ലേ? പിന്നെ നമുക്ക് ഇവിടെ നോക്കാനുള്ള ഗ്രൈൻഡിങ് വീൽസ്. ഗ്രൈൻഡിങ് വെറുതെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഗ്രൈൻഡിങ് വീൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഗ്രൈൻഡിങ് വീല്. ഓക്കെ, അപ്പം ഈ വീല് കിടന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഈ ടേബിൾ ഇങ്ങനെ നീക്കും. ഓക്കെ, ഈ ടേബിൾ നമ്മൾ വർക്ക് പീസ് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇതാണ് വർക്ക് പീസ് പിടിപ്പിച്ചിട്ട് ഈ ടേബിൾ ഇങ്ങനെ നീക്കുമ്പോൾ ഗ്രൈൻഡിങ് വീൽ ഇങ്ങനെ നല്ല ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ലൂബ്രിക്കേഷനും കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ സ്മൂത്തായി വരും. നമ്മൾ ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യല്ലേ, ഗ്രൈൻഡിങ് വീൽ അവിടെ ഇരുന്നുകൊണ്ട് കറങ്ങിയാൽ മതി.
ആ പിന്നെ ഹോണിങ്, ലാപ്പിങ്, സർഫസ് റഫ്നെസ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ബ്രോച്ചിങ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ടൂത്ത്ഡ് ടൂൾ ഉണ്ടാവും. ഓക്കെ, അതെന്താ ചെയ്യുന്നത് വെച്ചാൽ എന്താ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഞാനിങ്ങനെ എടുക്കാൻ തുടങ്ങും. ഇവിടെ നിന്ന് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വലിക്കാൻ തുടങ്ങും. ഞാൻ വലിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഓരോ ഇതും ഡയമീറ്റർ കൂടി സൈസ് കൂടി ഇങ്ങനൊരു സ്ലോട്ട് കട്ട് ചെയ്യും അല്ലേ. ആദ്യം ചെറുതായിട്ട് കട്ട് ചെയ്തു, ഇനി ആ ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ വീണ്ടും മെറ്റീരിയൽ റിമൂവ് ചെയ്തു അങ്ങനെ നമുക്കൊരു സ്ലോട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്താണ് നമ്മളെ ബ്രോച്ച് ടൂൾ. ഇത് നേരെ തിരിച്ചായിരുന്നു വരേണ്ടത്, അത് ഇമേജിൽ മാറിപ്പോയത്. കാരണം ആദ്യം ചെറുതെന്നല്ലേ തുടങ്ങുന്നത്, വലുതിലോട്ട്. എന്നാലല്ലേ ആദ്യം ചെറിയ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് ഈസ് ഉണ്ടാവുള്ളൂ ഇൻ കട്ടിങ്. പിന്നെ കീവേസ്, സ്പ്ലൈൻ, സെക്ഷണൽ പ്രൊഫൈലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രോച്ചിങ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഗിയർ ജനറേഷൻ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഗിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ ഗിയർ ഹോബിങ് വെച്ചിട്ട് നമുക്ക് ഗിയർ ഉണ്ടാക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ മില്ലിംഗ് ഓപ്പറേഷൻ വെച്ചിട്ട് ഗിയർ ഉണ്ടാക്കാം അല്ലേ. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളെ മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി, സെക്കൻഡ് ഫേസ് ആയുള്ള മെട്രോളജി ഭാഗം, നാലാമത്തെ മൊഡ്യൂൾ. അതിൽ മെട്രോളജിയിൽ തന്നെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ആക്യുറസി, പ്രിസിഷൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റബിലിറ്റിയാണ്. ആക്യുറസി എന്ന് പറയുമ്പം ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ആക്യുറേറ്റ് ആയിട്ട് എത്രത്തോളം വരുന്നുണ്ടെന്ന് ഉള്ളത്. പിന്നെ കാലിബ്രേഷൻ, ഇറേഴ്സ് ഇൻ മെഷർമെൻറ്റ്, സ്റ്റാൻഡേർഡ്സ് ഇൻ മെഷർമെൻറ്റ്, പിന്നെ ലിമിറ്റ്സ്, ഫിറ്റ്സ്, ടോളറൻസ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിൽ തന്നെ നമുക്ക് ക്ലിയറൻസ് ഫിറ്റ് ഉണ്ട്, ട്രാൻസിഷൻ ഫിറ്റ് ഉണ്ട്, ഇൻ്റർഫറൻസ് ഫിറ്റ് ഉണ്ട്. ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്ലിയറൻസ് ഉണ്ടാവും. ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് രീതിയിൽ വരാം, പുഷ് ഫിറ്റും വരാം, റിങ്ങിങ് ഫിറ്റും വരാം. പിന്നെ ഇൻ്റർഫറൻസ് ഫിറ്റ് അല്ലേ, അതായത് ക്ലിയറൻസ് ഫിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ നമുക്ക് എന്താ അലവൻസസ്, ഹോൾ ബേസിസ് സിസ്റ്റവും ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റവും. ഇതാണ് ഹോൾ ബേസിസും ഷാഫ്റ്റ് ബേസിസും. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കും. ഇനി ലിമിറ്റ് ഗേജിങ്ങും നമ്മളെ ടൈലേഴ്സ് പ്രിൻസിപ്പിൾ എന്താണ്, ഗോ നോ ഗോ സൈഡൊക്കെ ഇറക്കിയിട്ട് അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇപ്പോൾ ഒരു ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് ആണെന്ന് വിചാരിച്ചോ ഞാൻ. ഓക്കെ, ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ സൈസ് മെഷറിങ് അനലിസ്റ്റ് ആണെന്ന് വിചാരിച്ചോ. ഞാൻ ഈ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഒരു 10,000 യൂണിറ്റ്സിൻ്റെയും എന്താണ് വെർനിയർ കാലിപ്പർ വെച്ച് ഞാൻ ഇങ്ങനെ മെഷർ ചെയ്യുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗോ സൈഡ് ഒരു നോ ഗോ സൈഡ് ഇതാക്കി. ഓക്കെ, എന്നിട്ട് ഈ സാധനമാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചോ, വർക്ക് പീസ്. ആ വർക്ക് പീസ് ഞാൻ ഗോ സൈഡിലോട്ട് കയറുന്നുണ്ടോ നോക്കണം. ഓക്കെ, കയറുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് ഗുഡ് ടു ഗോ. ഇനി നോ ഗോ സൈഡിൽ കയറി എന്ന് വിചാരിച്ചോ, നോ ഗോ സൈഡിൽ കയറാൻ പാടില്ല, ഗോ സൈഡിൽ മാത്രമേ കയറാൻ പാടുള്ളൂ. ഓക്കെ, നോ ഗോ സൈഡിൽ കയറാൻ പാടില്ല, ഗോ സൈഡിൽ മാത്രമേ കയറാൻ പാടുള്ളൂ. എന്നാൽ നേരെ തിരിച്ച് ഗോ സൈഡിൽ കയറുന്നില്ല, എൻ്റെ വർക്ക് പീസ് ഞാൻ ഉണ്ടാക്കി ഗോ സൈഡിൽ കയറുന്നില്ല, നോ ഗോ സൈഡിൽ കയറി, ഇല്ല, അത് എന്താണ് ഫെയിലായി എന്നർത്ഥം. അപ്പം ഓരോ പ്രാവശ്യം നമ്മൾ ഈ വെർനിയർ കാലിപ്പർ വെച്ചിട്ട് ഓരോ മെഷർമെൻറ്റ് എടുക്കുന്നതിന് പകരം നമ്മളൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ആ സാധനത്തിൻ്റെ അകത്ത് കയറുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കുന്നു. ഓക്കെ, പ്ലഗ് ഗേജ് ഉണ്ട്, റിംഗ് ഗേജ് ഉണ്ട്, വേറെ കുറേ ഗേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ച് ഡിസ്ക് ഗേജ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ എത്തുമ്പോൾ നോക്കുന്നു ആംഗുലർ മെഷർമെൻറ്റ്, ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കോളിമീറ്ററും ആംഗിൾ ഡെക്കോറെല്ലാം വെച്ചിട്ട് ഇതാണ് ഓട്ടോ കോളിമീറ്റർ. നമുക്ക് ഇവിടെ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും, എത്ര ആംഗിൾ ട്വിസ്റ്റ് ആയിട്ടുണ്ട് എന്നെല്ലാം നമുക്ക് ഓട്ടോ കോളിമീറ്റർ വെച്ചിട്ട് നോക്കാൻ പറ്റും. ഇനി കമ്പാരിറ്റേഴ്സ് ലൈക്ക് ഡയൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് കമ്പാരിറ്റേഴ്സ്, ന്യൂമാറ്റിക് കമ്പാരിറ്റേഴ്സ്, ഇൻ്റർഫെറോമെട്രി, ലൈറ്റ് ഇൻ്റർഫറൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഇൻ്റർഫെറോമെട്രി, ഇതെല്ലാം നമ്മളെ എന്തിലാണ് വരുന്നത്, മെട്രോളജീൻ്റെ അകത്താണ് വരുന്നത്. ഗിയർ മെഷർമെൻറ്റ്, ഗിയർ ടൂത്തിൻ്റെ ടെർമിനോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മളെ ടോപ്പ് ലാൻഡ്, ബോട്ടം ലാൻഡ്, ക്ലിയറൻസ്, സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ, നമ്മൾ പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, അഡൻഡം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡിഡൻഡം എന്ന് പറഞ്ഞാൽ ഇതാണ്. പിച്ച് സർക്കിളിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് ആണ് അഡൻഡം, ഇത്ര ഡിസ്റ്റൻസ് ആണ് ഡിഡൻഡം, അങ്ങനെ. പിന്നെ നമ്മൾ സ്ക്രൂ ത്രെഡ് നോക്കുകയാണെങ്കിൽ ഒരു സ്ക്രൂവിൻ്റെ ത്രെഡിൻ്റെ ടെർമിനോളജി നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, സർഫസ് റഫ്നെസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്ര ഫ്ലാറ്റായി കിടക്കുന്ന സർഫസ് ആണെങ്കിലും നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കിയാൽ റഫ്നെസ് ഉണ്ടാവും അല്ലേ. അപ്പം അത്രയും ഹൈ പ്രിസിഷനിലെ റഫ്നെസ് ഒക്കെ നോക്കണമെങ്കിൽ നമ്മൾ വേറെ മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്, അഡ്വാൻസ്ഡ് മെട്രോളജി മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്, ലൈക്ക് CMM. ഓക്കെ, കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ വെച്ചിട്ടെല്ലാം നമ്മൾ കോർഡിനേറ്റ് മെഷറിംഗ് മെഷീനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം നോക്കുന്നത്. ഓക്കെ, അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ അത്രയും പ്രിസൈസ് ആയിട്ട് നമുക്ക് ഡൈമെൻഷനിങ് വേണമെങ്കിൽ. ഇനി അഡ്വാൻസ് മെട്രോളജി നമ്മൾ ഒന്നുകൂടി എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ആദ്യം മെട്രോളജീൻ്റെ ഒരു കോമൺ പറഞ്ഞു, പിന്നെ അഡ്വാൻസ് മെട്രോളജിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? അഡ്വാൻസ് മെട്രോളജിയിൽ എന്തൊക്കെയാണ് നമ്മളെ സ്ട്രെയിറ്റ്നെസ്, ഫ്ലാറ്റ്നെസ്, റൗണ്ട്നെസ്, സിലിണ്ടറിസിറ്റി, സ്ക്വയർനെസ്, നമ്മൾ ഈ ജോമെട്രിക് ടോളറൻസ്, നമ്മൾ ഈ GD&T എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ, അതാണിത്. പിന്നെ നമ്മൾ പറഞ്ഞ ഈ സർഫസ് ടെക്സ്ചറും ഫോം മെഷർമെൻറ്റും, അങ്ങനെ ഇതെല്ലാം നമ്മൾ GD&T എന്ന വേറൊരു സെപ്പറേറ്റ് ഫീൽഡിൽ വരുന്നതാണ്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ GD&T എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ, ജോമെട്രിക് ഡയമെൻഷനിങ് ആൻഡ്
ടോളറൻസിങ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് മെഷറിംഗ് മെത്തേഡ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ വെച്ചിട്ടും ലേസർ ഇൻ്റർഫെറോമെട്രി വെച്ചിട്ടും എല്ലാം നമുക്ക് ഈ ഹൈ പ്രിസിഷൻ മെഷർമെൻറ്റ്സ് എടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ മൊഡ്യൂൾ 4, അതായത് മൊത്തം ഒരു ബേസിക് ഓവർവ്യൂ എന്താ മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജിയുടെ. നമ്മൾ എങ്ങനെ പഠിക്കുന്നതെന്ന് വെച്ചാൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയിട്ട് പഴയ ക്വസ്റ്റ്യൻസിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വാരി വലിച്ചൊന്നും പഠിക്കാൻ നിൽക്കുന്നില്ല. ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാത്തിനും മനസ്സിലാക്കി വെക്കുന്നു, പഠിക്കാനുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എല്ലാം നോക്കി വെക്കുന്നു, എന്നിട്ട് എക്സാം പോയി പൊളിക്കുന്നു. താങ്ക് യു.